ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ അഗ്നിവീറിന്റെ സ്പെഷ്യൽ PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും മിക്സഡ് GK ക്ലാസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിത്ത് വിച്ച് റിലീജിയൻ ആർ ദ ദിൽവാര ടെമ്പിൾസ് അസോസിയേറ്റഡ്? ദിൽവാര ടെമ്പിൾസ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏത് റിലീജിയൻ ബേസിസിലാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ദിൽവാര ടെമ്പിൾസ് എന്ന് പറഞ്ഞ ടെമ്പിൾസ് ഏത് റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഏതാണ്? ജൈനിസം ആണ് കേട്ടോ. ജൈനിസം എന്ന് പറയുന്ന റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പിൾ ആണ് ദിൽവാര ടെമ്പിൾസ്. അത് എവിടെയാണെന്ന് ചോദ്യം വരികയാണെങ്കിൽ എവിടെയാണ്? മൗണ്ട് അബു എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. എവിടെയാണ്? രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ് ദിൽവാര ടെമ്പിൾസ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? ജൈനിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ജൈനിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24th തീർത്ഥങ്കര. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ദൈവം എന്ന് പറയുന്ന ആ ഒരു വാചനം ഉപയോഗിക്കുന്നത് ശരിക്കും തീർത്ഥങ്കര ആയിട്ടാണ്. ആരില്? ജൈനിസംകാർക്ക് കേട്ടോ. ജൈനിസംകാർക്ക് തീർത്ഥങ്കര എന്ന് പറയുന്ന അതിന്റെ ഒരു റിലീജിയസ് സ്പിരിറ്റ് എന്ന് പറയുന്ന റിലീജിയസ് പോർഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു സന്യാസി എന്നുള്ള രീതിയിലാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിലീജിയസ് ടീച്ചർ അല്ലെങ്കിൽ സ്പിരിച്വൽ ടീച്ചറിനെ അവരറിയപ്പെടുന്ന പേര് 24th തീർത്ഥങ്കര എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർദ്ധമാന മഹാവീര എന്ന് പറയുന്ന ആളാണ്. ആരാണ്? വർദ്ധമാന മഹാവീര എന്നുള്ളൊരു പേര് വേണം. നമ്മളിപ്പോൾ ബുദ്ധമതം എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഗൗതമ ബുദ്ധ എന്ന് പറയുന്ന പോലെ തന്നെ ജൈനിസം എന്ന് പറയുന്ന ഒരു മതം വരുമ്പോഴേക്കും അതിലേക്ക് വരേണ്ട ആൾ ആരാണ്? വർദ്ധമാന മഹാവീര എന്നുള്ളൊരു പേരിനെ നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. അത് ആരാണ്? 24th തീർത്ഥങ്കരയാണ്. ടോട്ടലി 1 തൊട്ട് 24 വരെയുള്ള തീർത്ഥങ്കരാസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഈ പറയുന്ന മഹാവീരയിലൂടെയാണ് ഇതെന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാനം ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് തീർത്ഥങ്കര ആരാണെന്ന് ചോദിക്കും. ഫസ്റ്റ് തീർത്ഥങ്കര എന്ന് പറയുന്ന ആൾ ആരാണെന്ന് ചോദിക്കും. അതാരാണ്? ഋഷഭദേവയാണ്. ആരാണ്? ഋഷഭദേവയാണ്. ഓക്കെ, ഋഷഭദേവ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് തീർത്ഥങ്കര. അപ്പൊ ഫസ്റ്റ് തീർത്ഥങ്കരെ അറിയണം, 24th തീർത്ഥങ്കരെ അറിയണം. ഫസ്റ്റ് തീർത്ഥങ്കര ഋഷഭദേവയും 24th തീർത്ഥങ്കര വർദ്ധമാനയുമാണ് കേട്ടോ. ഇനി അടുത്ത് ഈ ജൈനിസം ടെമ്പിൾസിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് ഈ ജൈനിസത്തിന് തന്നെ രണ്ടായി തിരിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്വേതാംബര എന്നും ഒന്ന് ദിഗംബര എന്നും. ഓക്കെ, ഒന്ന് ശ്വേതാംബര സെക്ട് എന്നും സെക്റ്റുകൾ, 2 സെക്റ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്ടേഴ്സ് രണ്ടിലും വിശ്വസിക്കുന്നത് പല രീതിയിലാണ്. നമ്മളിപ്പോൾ ക്രിസ്ത്യാനീസിൽ തന്നെ ഒരുപാട് ഇതുണ്ടല്ലോ, ഡിഫറൻസുകളുണ്ട്. ഇപ്പോൾ ഹിന്ദുസിലായാലും പല പല ഡിഫറൻസുകളുണ്ട്. അതുപോലെ തന്നെയാണ് ജൈനിസത്തിലും 2 സെക്റ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ശ്വേതാംബര എന്ന് പറയുന്നതും 2 ദിഗംബര എന്ന് പറയുന്നതും. ഈ ശ്വേതാംബര എന്ന് പറയുന്നത് വൈറ്റ് ക്ലാഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവർ ധരിക്കുന്നത് എന്ത് വസ്ത്രങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് കേട്ടോ. വെള്ള സന്യാസിമാർ ഉടുക്കുന്ന പോലത്തെ വൈറ്റ് ഡ്രസ്സാണ് അവരെന്ത് ചെയ്യുന്നത്? ഉടുക്കുന്നത്. അതേസമയം ദിഗംബര എന്ന് പറയുന്നത് സ്കൈ ക്ലാഡ് ആണ്. അപ്പോൾ സ്കൈ ക്ലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്? ന്യൂഡിറ്റി, അവരൊന്നും ധരിക്കാറില്ല. ന്യൂഡിറ്റി, അവരതാണ് വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസം എങ്ങനെയാണ്? ന്യൂഡിറ്റി കാണിച്ചിട്ട് നടക്കുന്നതാണ് അവരുടെ യഥാർത്ഥ ഒരു ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നാണ്. നമ്മൾ ജനിച്ച് വീണത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ പോകുന്നത്. അങ്ങനെ ശ്വേതാംബര ആൻഡ് ദിഗംബര എന്ന് പറയുന്ന 2 സെക്റ്റുകളാണ് ഉള്ളത്. ഈ ദിൽവാര ടെമ്പിൾ എന്തുമായിട്ട് റിലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വേതാംബര സെക്റ്റ് ആയിട്ടാണ് കേട്ടോ. ശ്വേതാംബര എന്ന് പറയുന്ന വൈറ്റ് ക്ലോത്ത് ധരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ വൈറ്റ് ക്ലാഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഹാഡ് എസ്റ്റാബ്ലിഷ് 4 monastic seats in the 4 corners of India? നമ്മുടെ 4 കോർണറിൽ എന്ത് വെച്ചത്? 4 monastic seats വെച്ചതും. 4 monastic seats, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയസ് പാത്തിന് വേണ്ടിയിട്ടുള്ള സീറ്റ് കെട്ടിയത് ആരെന്നാണ് ചോദിക്കുന്നത്. സീറ്റ് അല്ലെങ്കിൽ പീഠങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. 4 പീഡാസ് എന്ന് നമ്മൾ പറയും. അതെവിടെ സെറ്റ് ചെയ്തത്? 4 കോർണർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് നോർത്ത്, സൗത്ത്, അതുപോലെ തന്നെ വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, ഈ ഒരു സെക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലും ഓരോ മഠങ്ങൾ സ്ഥാപിച്ചു. എന്ത് വെച്ച് സ്ഥാപിച്ചു? മഠങ്ങൾ. ഓക്കെ, മദ്ദാസ് എന്നാണ് നമ്മൾ വായിക്കുന്നത്, എഴുതുന്നത്, വായിക്കുന്നത് മഠങ്ങൾ എന്നാണ്. മഠം
ആ മഠങ്ങൾ സ്ഥാപിച്ചത് ആരെന്നാണ് ചോദിക്കുന്നത്. 4 കോർണേഴ്സിലും മഠങ്ങൾ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള റിലീജിയസ് ആസ്പെക്റ്റിന് വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന ഫിലോസഫിക്കൽ ടീച്ചിങ്സിന് വേണ്ടിയിട്ടായിട്ട് വേദങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ആയിട്ട് കെട്ടിപ്പണിത പീഠങ്ങൾ ഉണ്ടായിരുന്നു. അത് ആരാണ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദി ശങ്കരാചാര്യയാണ്. ആരാണ്? ആദി ശങ്കരാചാര്യ എന്ന് പറയുന്ന ആളാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മഠം അല്ലെങ്കിൽ 4 കോർണേഴ്സിൽ അത് വയ്ക്കുന്നത് ആരത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശങ്കരാചാര്യയാണ്. അത് ഏതൊക്കെ മഠങ്ങളെന്ന് ചോദിക്കാറുണ്ട്. ഒന്ന് ജ്യോതിർമഠം, ഒന്നെന്താണ് ജ്യോതിർമഠ. ഓക്കെ, ഒന്ന് ജ്യോതിർമഠ എന്ന് പറയുന്നതാണ്. ഒന്ന് ജ്യോതിർമഠയാണ്, അത് നോർത്തിലാണ് കേട്ടോ. ജ്യോതിർമഠ നോർത്തിലാണ്. സൗത്തിൽ ഏതാണ്? ശൃംഗേരി എന്ന് പറയുന്ന, സൗത്തിൽ എന്താണ്? ശൃംഗേരി, കർണാടകയിലെ ശൃംഗേരി. നമ്മൾ ഈ മൂകാംബിക ദേവിയെ കാണാൻ പോകുമ്പോഴേക്കും ഒരു ഹിൽ ടോപ്പിലൊക്കെ പോയിട്ട് കാണാറില്ലേ ആദി ശങ്കരാചാര്യയുടെ ഒരു സ്ഥലം, അതിനെയാണ് ഒരു ജ്യോതിർപീഠം എന്ന് പറഞ്ഞത്. ശൃംഗേരി എന്ന് പറയുന്ന സൗത്തിൽ നടക്കുന്നത് കർണാടകയിലാണ്. ഈസ്റ്റിലാണെങ്കിൽ എവിടെയാണ്? പൂരി, ഒഡീഷയിലെ പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പൂരി ഈസ്റ്റിലാണ് വരുന്നത് കേട്ടോ. പൂരിയിലെ എന്താണ്? ഗോവർദ്ധന മഠ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പൂരിയിലെ ഗോവർദ്ധന മഠ, അത് ഈസ്റ്റിലാണ്. ഗോവർദ്ധന, പൂരി എവിടെയാണ്? ഒഡീഷയിലാണ്. അവിടുത്തെ ഗോവർദ്ധന മഠ ആര് സ്ഥാപിച്ചതാണ്? ശങ്കരാചാര്യൻ സ്ഥാപിച്ചതാണ്. ഓക്കെ ഓക്കെ അപ്പൊ ജ്യോതിർമഠ ശൃംഗേരി, കർണാടകയിലെ ശൃംഗേരി മഠ. അതുപോലെ ഗോവർദ്ധന മഠ എവിടെയാണ്? ഒഡീഷയിലെ പൂരിയിലാണ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദ്വാരകാനാഥ് എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റിലാണ് അല്ലെ. ദ്വാരകാ മഠ, ദ്വാരകാ മഠ. ഓക്കെ, ദ്വാരകയിലാണ്, ദ്വാരകാ മഠയിലാണ് അടുത്തത്. ഓക്കെ, ദ്വാരകാ മഠ. ഇങ്ങനെ 4 സ്ഥലത്താണ് പുള്ളി എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സാധനം, ഈ ദ്വാരകാ മഠ അറിയപ്പെടുന്ന എന്തായിട്ടാണ്? വെസ്റ്റിലെ ശാരദാപീഠം എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത് കേട്ടോ. ശാരദാപീഠം. ഓക്കെ, ആ ഒരു പോയിന്റ് അവിടെ മനസ്സിലാക്കിക്കോളാം. ഇങ്ങനെ 4 സെന്റേഴ്സിൽ എന്തിനു വേണ്ടിയായിട്ടാണ്? ഈ ടീച്ചിങ്സിന് വേണ്ടിയായിട്ട്, വേദങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയായിട്ട്, അല്ലെങ്കിൽ അദ്വൈത വേദാന്തയുടെ പ്രൊപ്പഗേറ്റ് ദ ഫിലോസഫി ഓഫ് അദ്വൈത വേദാന്ത ആൻഡ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മം ഒക്കെ എങ്ങനെയാണ് കൊണ്ടുപോവേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ച ഒരു 4 സെന്റേഴ്സ് ആണ്. അതും 4 കോർണേഴ്സിലാണ് വെച്ചിരിക്കുന്നത്. നോർത്തിലുള്ളത് ജ്യോതിർമഠ, അത് കഴിഞ്ഞ് ഈസ്റ്റിലുള്ളത് ഗോവർദ്ധന മഠ, സൗത്തിലുള്ളത് ശൃംഗേരി എന്ന് പറയുന്നത്, വെസ്റ്റിലുള്ളത് ദ്വാരകാ മഠം എന്ന് പറയുന്നത് കേട്ടോ. അത്രയും പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അത് ആദി ശങ്കരാചാര്യയാണ് വെച്ചത്. ഇനി അടുത്ത ജോയിന്റ് സ്ട്രീം ഓഫ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഈസ് നോൺ ബൈ എന്തെന്നാണ് ചോദിക്കുന്നത്. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെ ആ ഒരു കോൺഫ്ലുവൻസിനെ പറയുന്ന പേര്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കൂടിച്ചേരൽ, ജോയിന്റ് സ്ട്രീമിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഗംഗയും ബ്രഹ്മപുത്രയുടെയും കൂടിച്ചേരുന്നത്? ഇവർ രണ്ടുപേരും കൂടിച്ചേരുന്ന എവിടെ ചെന്നിട്ടാണ്? നമ്മുടെ ബംഗ്ലാദേശിൽ ചെന്നാണ് കൂടിച്ചേരുന്നത്. ബംഗ്ലാദേശിൽ ഗംഗയുടെ മറ്റൊരു പേരെന്താണ്? പത്മയാണ് അല്ലെ. എന്താണ്? പത്മ. ബ്രഹ്മപുത്രയുടെ ബംഗ്ലാദേശിലെ പേരെന്താണ്? ജമുന. ഓക്കെ, ഇവരിതാവുന്നത് എങ്ങനെ വെച്ചിട്ടാണ്? ഈ പറയുന്ന മേഘ്ന എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ്. മേഘ്ന എന്ന് പറയുന്ന ഇവരുടെ ജോയിന്റ് സ്ട്രീമിൽ വെച്ചിട്ടാണ്. അപ്പൊ ഗംഗയുടെ ബ്രഹ്മപുത്രയുടെയും ജോയിന്റ് സ്ട്രീമിന്റെ പേരെന്താണ്? മേഘ്ന എന്നാണ്. എന്താണ്? മേഘ്ന എന്നാണ്. അതിനെ ഗംഗയെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന എവിടെ എന്താ വെച്ചാണ്? പത്മ എന്ന പേരിലാണ്. ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ് കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ ആലോചിക്കുക. ബ്രഹ്മപുത്രയുടെ നീളം മനസ്സിലാക്കിക്കോളാം, 2900 കിലോമീറ്റേഴ്സും നമ്മുടെ ഗംഗയുടെ എത്രയാണ്? 25 കിലോമീറ്റേഴ്സും ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ നദിയായിട്ടാണ് ഗംഗ അറിയപ്പെടുന്നത് അല്ലെ. ഏറ്റവും ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഗംഗയാണ്. ബ്രഹ്മപുത്ര എന്താണ്? നമുക്ക് ഇന്ത്യയിലെ ഏകദേശം ഒരു 916 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, 916 കിലോമീറ്റർ ഇന്ത്യയിൽ ബ്രഹ്മപുത്ര ഒഴുകുന്നുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഇവരെങ്ങനെയാണ് കൂടിച്ചേർന്ന് എവിടെ വരുന്നതാണ് കൂടിച്ചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ തന്നെയാണ്. ആ പോയിന്റിനെ പറയുന്ന പേരാണ് മേഘ്ന എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും പോയിന്റ് ആലോചിക്കുക. ഈ ബ്രഹ്മപുത്രയുടെ ടിബറ്റൻ നെയിം ആണ് എന്തെന്ന് പറയുന്നത്? സാങ്പോ. ഓക്കെ, സാങ്പോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മപുത്രയുടെ എന്താണ്? ടിബറ്റിലെ നെയിമാണ്. ബ്രഹ്മപുത്രയുടെ ടിബറ്റൻ നെയിമാണ്. ടിബറ്റിൽ അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സാങ്പോ എന്ന് പറയുന്നത് കേട്ടോ. സാങ്പോ എന്നാണ് വായിക്കുന്നത്. ടി സൈലന്റ് ആണ്. സാങ്പോ എന്ന് വായിക്കുന്നത് ബ്രഹ്മപുത്രയുടെ ടിബറ്റിലെ നെയിമാണ്. ഓക്കെ, ആ പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഓക്കെ,
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ബ്രഹ്മപുത്ര, ഗംഗ വരുന്നത് ഏത് ഒറിജിൻ, അതായത് ഗ്ലേസിയറിൽ നിന്നാണ്. അത് ഗ്ലേസിയർ ഒഴുകിയാണല്ലോ നദി ഉണ്ടാവുന്നത്. ഇവരെല്ലാം ഹിമാലയൻ റിവേഴ്സ് ആണ്. അപ്പൊ ഹിമാലയയുടെ ഐസ് ഉരുകി ഉണ്ടാവുന്ന റിവർ ആയിട്ടാണ് ഇവരെ പറയുന്നത്. ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗോത്രി ഗ്ലേസിയർ. എവിടെയാണ്? ഗംഗോത്രി ഗ്ലേസിയർ, ഗംഗോത്രി ഗ്ലേസിയർ. അതേസമയം ബ്രഹ്മപുത്ര എവിടെയെന്ന് ചോദിക്കുന്നെങ്കിൽ ബ്രഹ്മപുത്ര ഒഴുകി വരുന്നത് ഏത് ഒറിജിനിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസരോവർ ലേക്ക്, ടിബറ്റിൽ നിന്നാണ് ഒഴുകി വരുന്നത്. അപ്പോൾ അത് ഏത് ഗ്ലേസിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമയൂങ്ഡങ് ഗ്ലേസിയർ ആണ്. എന്താണ്? ചെമയൂങ്ഡങ്, ചെമയൂങ്ഡങ് ഗ്ലേസിയർ എന്നാണ് പറയുന്നത് കേട്ടോ. ചെമയൂങ്ഡങ് ഗ്ലേസിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചെമയൂങ്ഡങ് ഗ്ലേസിയറിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ആ പോയിന്റ് അവിടെ മനസ്സിലാക്കുക. ചെമയൂങ്ഡങ്. ഓക്കെ, രണ്ടും രണ്ട് ഗ്ലേസിയർ ആണ് കേട്ടോ. രണ്ട് ഗ്ലേസിയർ ആണ്, രണ്ട് സ്ഥലത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചെമയൂങ്ഡങ്ങും അതുപോലെ തന്നെ ഗംഗോത്രി ഗ്ലേസിയറും കേട്ടോ. ഓക്കെ, ആ പോയിന്റ് അവിടെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പൊ ജോയിന്റ് സ്ട്രീം ഓഫ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് മേഘ്ന. സാങ്പോ എന്നുള്ളത് ബ്രഹ്മപുത്രയുടെ ടിബറ്റൻ നെയിമാണ്. അതുപോലെ തന്നെ ഗംഗയുടെ ബംഗ്ലാദേശി നെയിമാണ് പത്മ, ബ്രഹ്മപുത്രയുടെ ബംഗ്ലാദേശി നെയിമാണ് ജമുന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി the largest producer of black pepper in India, largest producer of black pepper, നമ്മുടെ കുരുമുളകിന്റെ അതിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ഇന്ത്യയുടെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? അത് കർണാടകയാണ് കേട്ടോ. ആരാണ്? കർണാടകയാണ് ബ്ലാക്ക് പെപ്പറിന്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഈ കർണാടക മറ്റു ചില കാര്യങ്ങൾ കൂടെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ്. ഏതിൻ്റെയൊക്കെയാണ്? ഒന്ന് മെയ്സ്, മെയ്സിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട കോഫി, കോഫിയുടെ പ്രധാനപ്പെട്ട എസ്റ്റേറ്റ് ഏതാണ്? ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ആൻസർ എന്താണ്? കർണാടകയാണ് കേട്ടോ. മെയ്സ് ആൻഡ് കോഫി ആൻഡ് ഓൾസോ ബ്ലാക്ക് പെപ്പറിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് കർണാടകയാണ്, കർണാടകയാണ്. അങ്ങനെയാണെങ്കിൽ ടീ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ടീയുടെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എവിടെയാണ്? ടീയുടെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഏതാണ്? ആസാമാണ് കേട്ടോ. ആസാമിലെ ഈ പറയുന്ന പോലെ ഡിബ്രൂഗഡ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ആസാമിലെ അങ്ങനത്തെ സ്ഥലങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. അവരൊക്കെ എന്താണ്? ടീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പോയിന്റ് അവിടെ ശ്രദ്ധിക്കുക. ടീയുടെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആസാമും കോഫിയുടെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണ്? കർണാടകയുമാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ റൈസിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. ബംഗാളീസ് ഇപ്പം മലയാളി ആയതിനു ശേഷം അവർ എന്താണ് റൈസാണ് കഴിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചിന്തിച്ച് ജസ്റ്റ് ഒന്ന് കോമഡി ആയിട്ട് ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. റൈസിന്റെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. അതേസമയം വീറ്റിന്റെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UP ആണ് കേട്ടോ. ഉത്തർപ്രദേശാണ് വീറ്റിന്റെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ. വീറ്റിന്റെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തർപ്രദേശാണ്. ഇത് മാത്രമല്ല ഷുഗർ കെയിനും കൂടെ അവർക്കാണുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഷുഗർ കെയിൻ വീറ്റിന്റെ ആരാണ്? UPയും വീറ്റും ഷുഗർ കെയിനും ആരാണ്? ഉത്തർപ്രദേശാണ്. റൈസ് ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. ടീ ആരാണ്? ആസാം. കോഫി ആരാണ്? കർണാടക. ഓക്കെ, ആ പോയിന്റ് അവിടെ മനസ്സിലാക്കണം. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക, കോട്ടൻ്റെ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കോട്ടൺ അല്ലേ. കോട്ടൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ് കേട്ടോ. ഗുജറാത്ത് കോട്ടൻ്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്താണ്. ഓക്കെ, അത്രയും പോയിന്റ് മാത്രം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി അത് ഡാക്ടിലോഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ്, ഡാക്ടിലോഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡാക്ടിലോഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് എന്താണ്? ഫിംഗർ പ്രിന്റ്സ് ആണ്. എന്താണ്? ഫിംഗർ പ്രിന്റ്സ് ആണ്. ഫിംഗർ പ്രിന്റ്സിന്റെ സ്റ്റഡിയാണ് ഈ ക്രിമിനോളജി പോലെയുള്ള സംഭവങ്ങളിൽ ക്രൈം ഒക്കെ കണ്ടുപിടിക്കാൻ, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫിംഗർ പ്രിന്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് ഉപയോഗിക്കുന്നത് ഡാക്ടിലോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡീസിൻ്റെയൊക്കെ തുടരെയുള്ള കാര്യങ്ങളായിട്ടാണ്. അതൊന്ന് മനസ്സിലാക്കുക. ഐഡന്റിഫിക്കേഷനെ പറയുന്ന പേരെന്താണ്? ഡാക്ടിലോസ്കോപ്പി എന്നാണ്. ഡാക്ടിലോസ്കോപ്പി എന്നാണ് ആ ഇൻവെസ്റ്റിഗേഷനെയൊക്കെ പറയുന്നത്. മെത്തേഡ് ഓഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഡാക്ടിലോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. ക്രിമിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഫിംഗർ പ്രിന്റ്സ് യൂസ് ചെയ്യുന്നതിനെ പറയുന്നത് ഡാക്ടിലോസ്കോപ്പി എന്നും, ഡാക്ടിലോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ആ പോയിന്റ് അവിടെ മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എന്താണ് സ്റ്റഡീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓങ്കോളജി എന്ന് കേട്ടിട്ടുണ്ടോ? ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി
സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ് കേട്ടോ. ഓങ്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ. ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവിന്റെ എന്ന് പറയുന്ന പോലെ ഓൺകോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ്. ഓക്കെ, സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ഓഫ് ബ്ലഡിന് എന്തോ പറയും? ഹെമറ്റോളജി എന്ന് പറയും കേട്ടോ. ഹെമറ്റോളജി എന്താണ്? ബ്ലഡിന്റെ സ്റ്റഡിയാണ്. ബ്ലഡിന്റെ സ്റ്റഡിയെ പറയുന്നത് എന്താണ്? ഹെമറ്റോളജി എന്നാണ്. ഓക്കെ, ഹെമറ്റോളജി ഈസ് എ സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. ബ്ലഡ്. ഓക്കെ, സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ് ഹെമറ്റോളജി. അങ്ങനെയാണെങ്കിൽ പാലിയന്റോളജി, പാത്തോളജി, പാലിയോന്റോളജി എന്നൊക്കെ ചോദിക്കും. ഓക്കെ, പാലിയന്റോളജി, പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ് കേട്ടോ. എന്താണ്? സ്റ്റഡി ഓഫ് ഫോസിൽസ്. പാത്തോളജി ആണെങ്കിൽ എന്തായിരുന്നു? പാത്തോളജി സ്റ്റഡി ഓഫ് ഡിസീസസ് ആയിരുന്നു കേട്ടോ. പാത്തോളജി, പാത്തോജൻസ് എന്താണ്? ഡിസീസസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓങ്കോളജി ക്യാൻസർ ആണ്, ഹെമറ്റോളജി ബ്ലഡ് ആണ്, പാത്തോളജി ഡിസീസസ് ആണ്, പാലിയോന്റോളജി സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ്. ഓക്കെ, സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്? നമ്മുടെ ഇക്തിയോളജി. ഇക്തിയോളജി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്റ്റഡിയാണ്? അതുപോലെ ഇക്തിയോളജി ഉണ്ട്, അതുപോലെ എൻഡമോളജി ഉണ്ട് അല്ലേ? ഇത് രണ്ടും എന്തിൻ്റെ സ്റ്റഡിയാണ്? എൻഡമോളജിയും ഇക്തിയോളജി എന്തിൻ്റെ സ്റ്റഡിയാണ്? ഒന്ന് എൻഡമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസെക്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അല്ലേ? ഇൻസെക്റ്റ്. അതുപോലെ ഇക്തിയോളജി എന്താണ്? നമ്മുടെ ഫിഷസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് കേട്ടോ. ഫിഷസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇക്തിയോളജി. എൻഡമോളജി എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ഇൻസെക്റ്റുകളെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ആലോചിക്കാൻ വേണ്ടിയായിട്ട് പറഞ്ഞു തന്നതാണ്. അതും കൂടെ എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക കേട്ടോ. പാലിയന്റോളജി സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ്. പാത്തോളജി ഡിസീസസ് ആണ്. അതുപോലെ കാർട്ടോഗ്രാഫി ഉണ്ട്. കാർട്ടോഗ്രാഫി എന്താണ്? സ്റ്റഡി ഓഫ് മാപ്പ് ആണ്. മാപ്സ്, സ്റ്റഡി ഓഫ് മേക്കിംഗ് മാപ്സ് എന്നൊക്കെ പറഞ്ഞാൽ മാപ്പിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തിയോളജി എന്തിൻ്റെ സ്റ്റഡിയാണ്? സ്റ്റഡി ഓഫ് റിലീജിയൻ ആണ് കേട്ടോ. തിയോളജി എന്ന് പറഞ്ഞാൽ റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ്. തിയോസ് എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ തിയോളജി റിലേറ്റഡ് ടേം ആണ്. അതെന്താണ്? സ്റ്റഡി ഓഫ് റിലീജിയൻ ആണ് കേട്ടോ. അത്രയും പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇലക്ട്രിക് വയറിങ്ങിന് വേണ്ടിയായിട്ട് യൂസ് ചെയ്യുന്നത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രിക് വയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നെങ്കിൽ അത് എന്തായിരിക്കണം? ഏറ്റവും മാല്യബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും എന്താണ്? ഡക്റ്റൈൽ ആയിരിക്കണം. ഏറ്റവും ഫസ്റ്റ് എന്താണ്? ഡക്റ്റൈൽ ആയിരിക്കണം. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിൻ വയേഴ്സ് ആയിട്ട് മാറ്റാൻ കഴിയണം അല്ലേ? നമുക്കൊരു സാധനത്തിനെ അടിച്ച് പരത്തി എന്താണ്? കുഞ്ഞു വയേഴ്സ് ആയിട്ട് മാറ്റണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ച് പരത്തി എന്താക്കണം? ഷീറ്റാക്കി മാറ്റണം. അതിനെയാണ് മാലിബിൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന് മാത്രമേ നമുക്കൊരു വയറിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തെർമൽ റെസിസ്റ്റിവിറ്റി പോലുള്ള പല കാര്യങ്ങളുണ്ട്. എന്നാലും ഡക്റ്റിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ അല്ലെങ്കിൽ മാലിബിൾ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഗോൾഡാണ്. ഗോൾഡ്, സിൽവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന, പക്ഷെ ഇതൊക്കെ എടുത്ത് നമുക്ക് ഇലക്ട്രിക് വയറിംഗ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇതിൻ്റെയൊക്കെ വില അനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പാവപ്പെട്ടവനായ ആരെ എടുത്തിക്കുന്നത്? കോപ്പറിനെ എടുത്തിക്കുന്നത്. എന്തിനാണ്? കോപ്പർ വയറിംഗ് ആണല്ലേ ചെയ്യുന്നത് നമ്മൾ. എന്ത് വയറിംഗ് ആണ്? കോപ്പർ വയറിംഗ് ആണ് ചെയ്യുന്നത്. അതെന്ത് നമുക്ക് കുറച്ചും കൂടെ എക്കണോമിക്കലും ആണ്, ഫിനാൻഷ്യലി നമുക്ക് ഓക്കെയും ആണ്, അതുപോലെ നമുക്ക് എപ്പോഴും അവൈലബിളും ആണ് അല്ലേ? അപ്പോൾ കോപ്പറിൻ്റെ എന്ത് പ്രത്യേകതയാണ്? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതുപോലെ ഡക്റ്റിലിറ്റി, അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി പോലുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് കോപ്പറിനെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. കോപ്പറിനെ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറിന് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്, തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, ഡക്റ്റൈൽ ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ കോപ്പറിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോപ്പറിനെ മനസ്സിലാക്കുക. കോപ്പർ കുപ്രം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ്. CU എന്നല്ലേ പറയണ? കുപ്രം. ഓക്കെ, അത് ആലോചിക്കുക. ഗോൾഡിൻ്റെ സിമ്പിൾ എന്താണ്? AU, സിൽവറിൻ്റെത് AGU ആണ്. AU എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓറമാണ്. അതുപോലെ AG എന്ന് പറഞ്ഞാൽ അർജന്റമാണ്, അർജന്റം അല്ലെ, അർജന്റവും ഓറവുമാണ്. ഇതൊക്കെയാണ് അതിന്റെ കെമിക്കൽ നെയിംസ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ നെയിം നോമൻക്ലേച്ചർ വന്നിട്ടുള്ളത് ഏത് നെയിമിൽ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലേറ്റൻ നെയിം ആയിട്ടുള്ള AU എന്ന് പറയുന്നത് ഓറം എന്നുള്ളതും AG എന്ന് പറയുന്നത് അർജന്റിയം എന്ന് പറയുന്നതുമാണ് കേട്ടോ. CU കോപ്പർ എന്ന് പറയുന്നത് കുപ്രവും. ഓക്കെ, ആ പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഹു വാസ് ദ സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ആരാണ് നമ്മുടെ സെക്കൻഡ് പ്രസിഡന്റ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? ഫസ്റ്റ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണല്ലേ. ഫസ്റ്റ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പക്ഷെ സെക്കൻഡ് പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്ത ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനെയാണ് നമ്മുടെ സെക്കൻഡ് പ്രസിഡന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മുടെ തേർഡ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് അല്ലെ. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. VV ഗിരി നമ്മുടെ 4ാമത്തെ പ്രസിഡന്റ് ആണ്. അങ്ങനെ ആ പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് രാജേന്ദ്ര പ്രസാദ്, സെക്കൻഡ് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അതുപോലെ തേർഡ് ഡോക്ടർ സക്കീർ ഹുസൈൻ, അത് കഴിഞ്ഞ് ഫോർത്ത് VV ഗിരി എന്ന് പറയുന്ന ആളാണ് ഉള്ളത് കേട്ടോ. അപ്പം അത്രയും പോയിന്റ് അവിടെ മനസ്സിലാക്കിക്കോണം ആരാണ് നിന്നതെന്നുള്ളൊരു കാര്യം കേട്ടോ. ഓക്കെ, ആ പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോണം. ഓക്കെ ആണോ? ഈ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഡോക്ടർ സക്കീർ ഹുസൈൻ, VV ഗിരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, രാജേന്ദ്ര പ്രസാദ് എല്ലാവരും എന്തായിരുന്നു? പ്രസിഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത് കേട്ടോ. പ്രസിഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത പോയിന്റ് ഇനി ഏതാണ്? വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഗാലൻട്രി അവാർഡ് മെഡൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യയിൽ ടോപ്പ് 10 അവാർഡ്സ് ആണുള്ളത്. എന്താണ്? ഇന്ത്യയിൽ ടോപ്പ് 10 അവാർഡ്സ് ആണ് വരുന്നത്. 10 അവാർഡ്സ്, 10 അവാർഡ്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി നിൽക്കുന്ന 10 അവാർഡ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? സിവിലിയൻ അവാർഡ്സ് ആണ്. ഏതാണ്? സിവിലിയൻ അവാർഡ്സ്. അതായത് ഓരോ കാറ്റഗറിയിലും ഓരോ സിവിലിയൻ മെമ്പേഴ്സ്, സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിന് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ, ആർട്ട് ആയിക്കോട്ടെ, കൾച്ചർ, അതുപോലെ ഈ പറയുന്ന പോലെ സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അങ്ങനെ ഏത് ഫീൽഡിലാണോ അവർ നിൽക്കുന്നത് ആ ഫീൽഡിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, അത്രയും എന്താണ് എക്സ്ട്രീം ആയിട്ടുള്ള ടാലന്റ് കാഴ്ച വെച്ചിട്ടുള്ള അവരെ വേണ്ടിയിട്ടാണ് സിവിലിയൻ അവാർഡ്സ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് ഗാലൻട്രി അവാർഡ്സ് ആണ്. ഗാലൻട്രി അവാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാർ ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. വാറിന് വേണ്ടിയായിട്ട്, അതായത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയായിട്ട് വാർ ടൈം സമയത്ത് ചെയ്തിട്ടുള്ള മിലിറ്ററി യുദ്ധങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയായിട്ട് കൊടുക്കുന്ന നമ്മുടെ വീരനായിട്ടുള്ള അവാർഡിനെയാണ് ഗാലൻട്രി അവാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സാധനം എന്താണ്? പീസ് ടീം ഗാലൻട്രി എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്, ഒരേ സമയത്ത് ഇതിനെ പൊക്കോണ്ടിരിക്കുന്നതാണ് പീസ് ടീം ഗാലൻട്രിയും ഗാലൻട്രിയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ അവാർഡ് തന്നെയാണ്, വാറിന് വേണ്ടിയിട്ടുള്ള അവാർഡ് തന്നെയാണ് ഗാലൻട്രി അവാർഡ് എന്ന് പറഞ്ഞത്. അതായത് ഏറ്റവും വലിയ എന്താണ് ശക്തിശാലി, കറേജും ബ്രേവറിയും എന്തിനു വേണ്ടിയായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഗാലൻട്രി അവാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഗാലൻട്രി അവാർഡിന്റെ പ്രത്യേകത വാറിൽ, ബാറ്റിൽ ഫീൽഡിലായിരിക്കണം ആ അവാർഡ്, ആ ഒരു ആൾ എന്ത് ചെയ്യുന്ന അയാളുടെ കാഴ്ച പ്രകടനം ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു വാർ പോയിന്റിലായിരിക്കണം ചെയ്യേണ്ടത്. അതേസമയം പീസ് ടൈം ഗാലൻട്രി കൊടുക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഫീൽഡിൽ നിൽക്കുന്ന സോൾജിയേഴ്സും കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ്, പക്ഷെ അവർ ബാറ്റിൽ ഫീൽഡിൽ തന്നെ ആവണമെന്ന് നിർബന്ധമല്ല. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഒന്നെന്ന് പറയുന്ന ഗാലൻട്രി അവാർഡ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യിക്കണം? ബാറ്റിൽ ഫീൽഡിൽ അവരെന്ത് ചെയ്യണം? അവൈലബിൾ ആയിട്ടുള്ള അവരായിരിക്കണം. അവർ ബാറ്റിൽ എന്ത് ചെയ്യണം? നേരിട്ട് കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന് വേണ്ടിയായിട്ട് പ്രയത്നിച്ചവരായിരിക്കണം. അതേസമയം പീസ് ടൈം ഗാലൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വേണ്ട, പക്ഷെ അവർ അതിലൊരു പങ്ക് വഹിച്ചവരാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന അവാർഡാണ് കേട്ടോ. ബാറ്റിൽ ഫീൽഡിൽ തന്നെ ആവണ്ട, പുറത്തു നിന്ന് എന്തെങ്കിലും ധൈര്യശാലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവരായാലും മതി. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഓരോ അവാർഡ്സുകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു സിവിലിയൻ അവാർഡ്സ് ഉണ്ടെന്ന്. ഈ സിവിലിയൻ അവാർഡ്സിലാണ് ഏത് വരുന്നത്? ഈ സിവിലിയൻ അവാർഡ്സിലാണ് ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഭാരത് രത്ന വരുന്നത്. ഏതാണ്? ഭാരത രത്ന വരുന്നത് ഫസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ് ഏത്? ഭാരതരത്ന. അത് കഴിഞ്ഞ് രണ്ടാമത്തതാണ് ഏതെന്ന് പറയുന്നത്? പത്മ അവാർഡ്സ്. രണ്ടാമത്തതാണ് പത്മ അവാർഡ്സ്. ഈ പത്മ അവാർഡ്സിൽ തന്നെ വീണ്ടും കാറ്റഗറൈസേഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്? പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അത് കഴിഞ്ഞ് പത്മഭൂഷൺ, അതുപോലെ തന്നെ പത്മശ്രീ. ഇത് ഇത്ര എന്നിൽ വരുന്നതാണ്, പത്മ അവാർഡ്സിൽ വരുന്നതാണ്
ഇതെന്താണ്? സിവിലിയൻ അവാർഡ്സ് ആണ്. അപ്പോൾ സിവിലിയൻ അവാർഡ്സിൽ 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ഭാരത് രത്നയും രണ്ടാമത്തെ പത്മ അവാർഡ്സും ആണ്. പത്മ അവാർഡ്സിനെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. അതായത് ഒരു പത്മശ്രീ കിട്ടിയ ഒരാൾക്ക് മാത്രമേ പത്മഭൂഷൺ കൊടുക്കുകയുള്ളൂ, പത്മഭൂഷൺ കിട്ടിയ ഒരാൾക്കേ പത്മവിഭൂഷൺ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് സിവിലിയൻ അവാർഡ്സ്. ഇതുപോലെ ഗാലൻട്രി അവാർഡ്സും ഉണ്ട്. എന്താണ്? ഗാലൻട്രി അവാർഡ്സും ഉണ്ട്. ഗാലൻട്രി അവാർഡ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഗാലൻട്രി അവാർഡ്സ് വാർ ടൈമിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്ത ആൾക്കാരായിരിക്കണം. അവർക്ക് വേണ്ടിയായിട്ട് ഫസ്റ്റ് കൊടുക്കുന്ന അവാർഡ് എന്താണ്? പരംവീർ ചക്ര. എന്താണ്? പരംവീർ ചക്രയാണ് ഫസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ. പരംവീർ ചക്ര. രണ്ടാമത് കൊടുക്കുന്നത് മഹാവീർ ചക്ര. മഹാവീർ ചക്ര. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന അവാർഡ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഫസ്റ്റ് കൊടുക്കുന്ന ഗാലൻട്രി അവാർഡ്, ഹയസ്റ്റ് ഗാലൻട്രി അവാർഡ് അപ്പോൾ ഏതാണ്? പരംവീർ ചക്ര. പരംവീർ ചക്രയാണ്. രണ്ടാമത്തെ മഹാവീർ ചക്രയാണ്. മൂന്നാമത്തത് എന്താണ്? വീർ ചക്രയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. വീർ ചക്ര ഏറ്റവും താഴെ കിടക്കുന്ന, പിന്നെ അതിൽ കൂടെ ഒരു മഹായും കൂടെ ചേർത്ത് അല്ലെ, മഹാവീർ ചക്ര. വീണ്ടും ആ മഹ മാറിയിട്ട് എന്തായി? പരമവീർ ചക്ര എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് അത് മാറുകയാണ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു പീസ് ടൈം ഗാലൻട്രി ഉണ്ട് അല്ലെ. പീസ് ടൈം ബാറ്റിൽ ഫീൽഡിൽ അല്ലാതെ വാർ നടത്തി ജയിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള പീസ് ടൈം ഗാലൻട്രിയിൽ ഫസ്റ്റ് നിൽക്കുന്ന ഏതാണ്? നമ്മുടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അശോക ചക്ര. ഏതാണ്? അശോക ചക്ര. അത് കഴിഞ്ഞ് ഏതാണ്? കീർത്തി ചക്ര. അശോക ചക്ര, കീർത്തി ചക്ര. അതുപോലെ എന്തുകൊണ്ട്? മൂന്നാമത്തെ ശൗര്യ ചക്രയും ഉണ്ട്. എന്താണ്? ശൗര്യ ചക്ര. അങ്ങനെ 3 ചക്രങ്ങളാണ് പിന്നെ എന്തിലുള്ളത്? പീസ് ടൈം ഗാലൻട്രിയിലുള്ള. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? അശോക ചക്രയാണ്. രണ്ടാമത്തെ കീർത്തി ചക്രയാണ്. മൂന്നാമത്തത് ശൗര്യ ചക്രയാണ്. ഈ ഇത്രയും കാര്യങ്ങൾ ഏതിൽ വരുന്നുണ്ട്? ഗാലൻട്രി അവാർഡ്സിൽ വരുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ടോപ്പ് നിൽക്കുന്ന ആരാണ്? പരംവീർ ചക്രയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഹയസ്റ്റ് ഗാലൻട്രി അവാർഡ് ഏതെന്നാണ്. അതേതാണ്? പരംവീർ ചക്രയാണ്. പക്ഷേ ഇവിടെ ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഏത് വന്നേനെ? അശോക ചക്ര എന്ന് വന്നേനെ കേട്ടോ. അപ്പം ആ ഒരു ഡിഫറൻസ് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോണം കേട്ടോ. Where is the headquarters of International Cricket Council located? എവിടെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആ ഒരു ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ സ്ഥാപിച്ചിരിക്കുന്നത്? എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുബായിലാണ് കേട്ടോ. ദുബായിലാണ്. എവിടെയാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലായിട്ടുള്ള ദുബായിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ICC എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്ന് ചിന്തിക്കണം. കാരണം ICC എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്, ഓർഗനൈസേഷനും കൂടെ ഉണ്ട്. അപ്പോൾ രണ്ടും ICC ആണ്. അപ്പോൾ അത് കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഹാഗു, നെതർലാൻഡ്സിലാണ്. എവിടെയാണ്? ഹാഗു, നെതർലാൻഡ്സിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. ഹാഗു, നെതർലാൻഡ്സിലാണ് ICC അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ഹാഗു, നെതർലാൻഡിലാണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ദുബായിലാണ്, UAE-യിലാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്. ഇതിന്റെ ചെയർമാനായിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്തത് ആരെയാണ്? ഇതിന്റെ ചെയർമാനായിട്ട് സെലക്ട് ചെയ്തത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴായിട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1909-ലാണ്. 1909-ലാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഫോം ചെയ്യുന്നത്. അതിന്റെ ചെയർമാൻ ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജയ് ഷാ എന്ന് പറയുന്ന ഇന്ത്യൻ ആണ് കേട്ടോ. ജയ് ഷാ എന്ന് പറയുന്ന ഇന്ത്യൻ ആണ്. ഏറ്റവും യങ്ങസ്റ്റ് ഇന്ത്യൻ ടു അല്ലെങ്കിൽ യങ്ങസ്റ്റ് മെമ്പർ ടു ജോയിൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണ്, അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആവുന്ന ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ് ജയ് ഷാ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കോണം നിങ്ങൾ കേട്ടോ. ഓക്കെ, ജയ് ഷാ 36 വയസ്സിലാണ് ഈ പറയുന്ന ICC-യിൽ കയറുന്നത്. ഈ ICC പഠിക്കുമ്പോൾ നിങ്ങൾ എന്തും കൂടെ പഠിക്കണം? BCCI-യും കൂടെ പഠിക്കണം അല്ലെ. BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ ഇത് ഇന്റർനാഷണൽ ആണ്. ഇതെന്താണ്? BCCI എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യയാണ്. ഇതിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സെക്രട്ടറി ആരാണ്? ഈ ഇടയ്ക്കാണ് മാറിയത്, ദേവജിത് സൈക്കിയാണ് അല്ലേ. ദേവജിത് സൈക്കിയാണ് അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആരാണ്? ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് റോജർ ബെന്നിയാണ്. ആരാണ്? റോജർ ബെന്നി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടാണ്. ആ പോയിന്റ് അവിടെ ശ്രദ്ധിക്കുക. റോജർ ബെന്നി. ഓക്കെ, ന്യൂഡൽഹി അല്ല, മുംബൈയിലാണ് കേട്ടോ.
മുംബൈയിലാണ് വരുന്നത് കേട്ടോ. ദേവജിത് സൈക്കിയാണ് അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. പ്രസിഡന്റ് റോജർ ബിന്നിയാണ് കേട്ടോ. റോജർ ബിന്നിയാണ്. ബിന്നി എവിടെയാണ്? മുംബൈയിലാണ് വരുന്നത് കേട്ടോ. മുംബൈയിലാണ് BCCI ഉള്ളത്. BCCI. ഓക്കെ, ആ പോയിന്റ് അവിടെ മനസ്സിലാക്കിക്കോളാം. BCCI. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രേഖ ഗുപ്ത ബിക്കം ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി എന്നാണ് ചോദിക്കുന്നത്. രേഖ ഗുപ്ത ഈ ന്യൂ ചീഫ് മിനിസ്റ്റർ ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണ് ആയത്? രേഖ ഗുപ്ത ആ ഒരു സംസ്ഥാനത്തിന്റെ 4ാമത്തെ ഫീമെയിൽ ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് ആയത്. അതാരാണ്? ഡൽഹിയിലാണ് രേഖ ഗുപ്ത എന്തായി മാറിയത്? ഈ പറയുന്ന ന്യൂ ചീഫ് മിനിസ്റ്റർ ആയിട്ട് മാറിയത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിക്കോണം. ഡൽഹിയുടെ 4ാമത്തെ ഫീമെയിൽ ആയിട്ടുള്ള ആളാണ്, ഫീമെയിൽ ചീഫ് മിനിസ്റ്റർ ആണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത്. ഈ ഇടയ്ക്കാണ് അതിൻ്റെ അപ്പോയിൻമെന്റ് വന്നത്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കാരണം യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ രേഖ ഗുപ്തയും ഗവർണർ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് വിനയ് കുമാർ സക്സേനയാണ്. വിനയ് കുമാർ സക്സേന, VK സക്സേന എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, വിനയ് കുമാർ സക്സേനയാണ് ലെഫ്റ്റനന്റ് ഗവർണർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ മറ്റു ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ അത്ര പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ക്ലാസ് ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.